ഹായ് ഗീസ്, ഇന്നേ നമ്മൾ മൈസൂർക്ക് പോകണ്ടോ. ഞാൻ രാവിലെ തന്നെ വേഗം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. നേരെ പോയി ഇയാളെ പിക്ക് ചെയ്ത് പിന്നെ വേഗം കാര്യങ്ങളൊക്കെ നമ്മളൊരു നേക്കിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും നേരെ പോയത് കുറ്റിയാടി വഴിയാണ്. ചുരത്തിലൊക്കെ മഴയും കാറ്റൊക്കെ ആയിട്ട് നല്ല സീനായിട്ടിരിക്കും. മാറി ഞങ്ങൾ എത്തുന്നതിന്റെ കുറച്ച് മുന്നേ കേട്ടോ വീണത്. അങ്ങനെ നമ്മൾ നേരെ വയനാടൊക്കെ കഴിഞ്ഞ് നാഗർകോവിൽ വഴിയാണ് കേട്ടോ പോകുന്നത്. പക്ഷെ ആ റൂട്ടിൽ റോഡ് വളരെ മോശമാണ് കേട്ടോ. ഒരു 4-5 കിലോമീറ്റർ ആയിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഇതൊന്നല്ല കേട്ടോ, ഇതിനേക്കാൾ എക്സ്ട്രീം ആണ് കേട്ടോ അവസ്ഥ. പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല എന്ന് മാത്രം. പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല കേട്ടോ. കാര്യം എന്താ, നമ്മുടെ കയ്യിൽ എക്സ്പൾസ് ഉണ്ടല്ലോ. അത് കാരണം നമ്മളൊരു കുലുക്കം പോലും അറിയുന്നില്ല കേട്ടോ. സീരിയസ്ലി പറയുകയാണെ, അവിടുന്ന് ഒരു 1.5 മണിക്കൂറിന് ശേഷം ഒരു നല്ല റോഡ് കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഒരുപാട് ഏറുമാടങ്ങൾ കാണാം കേട്ടോ. അത് രാത്രിയിൽ വന്യമൃഗങ്ങൾ വന്ന് ഇവരുടെ കൃഷി നശിപ്പിക്കും കേട്ടോ. അതിന് കാവലിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ഈ ഏറുമാടം കെട്ടി വെച്ചേക്കുന്നത്. ഒരുപാട് ഉണ്ട് കേട്ടോ ഇതുപോലെ. പിന്നെ ഈ പോകുന്ന വഴിയിൽ ഇതേപോലെ ഒരുപാട് ബോർഡുകളാണ്. പക്ഷേ ഈ ബോർഡിൽ എഴുതി വെച്ച ഒന്നിനെ നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ. ആകെ കണ്ടത് ഈ സിംഹവാലം കുരങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് മാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാൻ ഒരുപാട് കിട്ടോ. പിന്നെ നമ്മൾ ഈ മാനിനെ കാണാൻ എന്തൊരു ഭംഗിയാണില്ലേ. എനിക്കിതിനെ കാണുമ്പേ ഇങ്ങനെ ആക്കാൻ തോന്നുന്നു. അതായത് നമ്മൾ പൂച്ചേനൊക്കെ എടുത്താക്കത്തില്ലേ. പിന്നെ നമുക്ക് ഇവർ വളർത്തുന്നതായിട്ടുള്ള ഒരുപാട് പശുക്കളെ കാണാം കേട്ടോ. നമുക്കിവിടെ കൂടുതൽ ഇതേപോലുള്ള ട്രാക്ടേഴ്സ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പശുക്കളെ കാണാം കേട്ടോ. നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ അയച്ചു വിട്ടേക്കാണ്. നമ്മൾ ഈ കോഴികളൊക്കെ തുറന്നെടുത്തില്ലേ അതേപോലെ. പിന്നെ നമുക്ക് ഇതേപോലുള്ള ഫോറസ്റ്റിന്റെ വണ്ടികൾ കാണാം കേട്ടോ ഇടയ്ക്ക്. പിന്നെ കാടിന്റെ നടുക്ക് നമ്മൾ ഇതേപോലെ ഒരു കാഴ്ച ഉണ്ട്. അത് മനുഷ്യന്റെ ആണോ മൃഗങ്ങളെ ആണോ അറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് വഴിയിലൊക്കെ ഇതേപോലെ ഒരുപാട് കുട്ടികളെ കാണാം കേട്ടോ. ഇവരെന്താ സംഭവം എന്ന് വെച്ചാൽ കാട്ടുനെല്ലിക്കും നേരത്തെ കണ്ട പോലെ പപ്പാഴയും അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇതുവഴി പോകുന്ന ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം ഓടിയതിനു ശേഷം നമ്മൾ ഫോറസ്റ്റ് വിട്ടു കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലേക്ക് പോകുന്നത് മലയാളികളാണ് കേട്ടോ. പിന്നെ നോക്കി ഇവിടുത്തെ ഒരു ചേട്ടൻ മരം വലിച്ചോണ്ട് പോകുന്നത്. നാട്ടിൽ നിന്ന് വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിർത്തിയില്ലായിരുന്നു കേട്ടോ. ഈ ഒരു ചായക്കട കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ടു. വളരെ കാമായിട്ട് ഒരുപാട് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. എന്ത് മനോഹരമാണല്ലേ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നേരത്തെ മരം വലിച്ചുകൊണ്ടൊന്ന് ചേട്ടനില്ലേ, ആളുടെ തന്നെ കേട്ടോ ഈ ചായക്കട. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് വീണ്ടും മുന്നോട്ട് പോയിട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഫുൾ ടൈം എണ്ണ വണ്ടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ബോർഡറൊക്കെ കഴിഞ്ഞ് ഇവിടുന്നാണ് കേട്ടോ വീണ്ടും ഫില്ല് ചെയ്യുന്നത്. പിന്നീട് നമ്മളൊരു മലയാളി ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തിയിട്ടു. അവിടെ നമ്മൾ KL ആയിട്ടില്ല ഈ ഒരു ഗുഡ്സ് കണ്ടു. ഇതെടുത്തോണ്ട് ഇത്രയും ദൂരം വരുന്നവരെ സമ്മതിക്കണം. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് കയറി. ഇവൻ പിന്നെ ഡയറ്റിലാണ്ട് ഇവന് വേണ്ട ഫുഡ് ഇവൻ തന്നെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു നെയ്ച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സമയം വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങി. 1-2 മണിക്കൂറിന് ശേഷം നമ്മൾ നേരെ മൈസൂരിലോട്ട് എത്തിയിട്ടു. ഇവിടെ ആണെങ്കിൽ ഫുള്ള് റഷ് ആണ് കേട്ടോ. അവിടെ നമ്മൾ നേരെ പോയി നമ്മുടെ ചങ്ങാന്റെ റൂമിലോട്ട്. അവിടെ നമ്മൾ നേരെ പുറത്ത് പോയി ഒരുപാട് കറങ്ങിയിട്ടു. പിന്നെ നേരെ തിരിച്ച് റൂമിലെത്തി 2-3 മണി നമ്മൾ നേരെ കിടന്നുറങ്ങി. നാളത്തെ കാഴ്ച അടുത്ത വീഡിയോ കാണാം കേട്ടോ.